നവരാത്രിയുടെ 8ാം ദിവസം, അതായത് അഷ്ടമി തിഥിയിൽ ദേവിയെ മഹാഗൗരിയായിട്ടാണ് ആരാധിക്കുന്നത്. ഈ ദിവസം 9 വയസ്സുള്ള പെൺകുട്ടിയെ ദുർഗയായി പൂജിക്കുന്നു. കുടുംബ ഭദ്രത നേടുന്നതിനും സന്താനങ്ങളെ കൊണ്ടുള്ള അനുഭവ ഗുണം കൂടുവാനും മഹാഗൗരിയെ ആരാധിക്കുന്നത് ഉത്തമമാണ്. കാലത്തെ നിലയ്ക്ക് നിർത്തുവാൻ കെൽപ്പുള്ള കാലകേയനെ വധിക്കുവാൻ നിയോഗിക്കപ്പെട്ട മഹാഗൗരി ദേവി തൻ്റെ ആയുധങ്ങളും ഗ്രന്ഥങ്ങളും വിനായക സമക്ഷം സമർപ്പിച്ച് യുദ്ധത്തിന് തിരിച്ചു. തുടർന്ന് ശ്രീ ഗണേശനും തൻ്റെ ആയുധങ്ങൾ ദേവി കടാക്ഷത്തിനായി അതിനൊപ്പം വെച്ചു പൂജിച്ചു. ആ ഒരു സങ്കല്പമാണ് പിന്നീട് ആയുധ പുസ്തക പൂജയായി മാറുന്നത്. ദേവിയുടെ ഏറ്റവും ഉത്തമമായ ഭാവമാണ് മഹാഗൗരി. സത്വഗുണമൂർത്തിയായ മഹാഗൗരിയാണ് ജ്ഞാനവും ശാന്തിയും പ്രദാനം ചെയ്യുന്നത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഗിരി അഥവാ പർവ്വത പുത്രിയാണ് ദേവി. തൂവെള്ള ശോഭയോട് കൂടിയ ദേവിയുടെ ആടയാഭരണങ്ങളും വെളുത്ത നിറമാണ്. ദേവിയുടെ ചതുർഭുജങ്ങളിൽ ത്രിശൂലം, അഭയമുദ്ര, ഡമരു, വരദമുദ്ര എന്നിവയാണുള്ളത്. വെള്ള നിറത്തിലുള്ള കാളയാണ് ദേവിയുടെ വാഹനം. മഹാദുർഗാഷ്ടമി എന്നറിയപ്പെടുന്ന ഈ ദിവസം വ്രതം അനുഷ്ഠിച്ച് ദേവിയെ ഭജിച്ചാൽ സകല പാപങ്ങളും നീങ്ങി ജീവിതം ഐശ്വര്യപൂർണമാകുന്നതാണ്. രാഹുവിൻ്റെ ദേവതയാണ് മഹാഗൗരി ദേവി. രാഹു ദോഷമുള്ളവർ ദോഷപരിഹാരത്തിനായി ദേവിയെ മഹാഗൗരി ഭാവത്തിൽ ആരാധിക്കേണ്ടതാണ്. നവരാത്രിയുടെ 8ാം ദിവസം മഹാഗൗരി ദേവിയെ പ്രാർത്ഥിക്കുവാനുള്ള മന്ത്രം ഇതാണ്: ഓം നമോ ഭഗവതി മഹാഗൗരി വൃഷാരൂഢേ ശ്രീം ഹ്രീം ക്ലീം ഹും ഫട് സ്വാഹ. ഈ സ്തുതി മന്ത്രവും ചൊല്ലാവുന്നതാണ്. ഇതുകൂടാതെ മഹാഗൗരി സ്തുതിയും ചൊല്ലാവുന്നതാണ്. യാ ദേവി സർവഭൂതേഷു മാ മഹാഗൗരി രൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമഃ. ഇനി നവരാത്രിയുടെ 8ാം ദിവസം ചൊല്ലേണ്ട മന്ത്രം ഏതാണെന്ന് നോക്കാം. ഓം ദേവി മഹാഗൗരിയേ നമഃ. കുടുംബ ഭദ്രതയ്ക്കും മക്കളുടെ പ്രിയം നേടാനും ഈ മന്ത്രം ചൊല്ലുന്നത് ഉത്തമമാണ്.